എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പം വല്യമ്മയുടെ മുമ്പിലേക്ക് എത്തുവാണ് എല്ലാ കാര്യങ്ങളും. അപ്പം വല്യമ്മയോട് നന്ദ പറയുന്നുണ്ട്. അപ്പം നന്ദ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം ഈ ഗർഭകാലം മൊത്തം കുഞ്ഞിൻ്റെ പൂർണ്ണ സുരക്ഷിതത്വത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടുകൂടി ചെയ്തോളാമെന്നും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചോളാമെന്നും മരുന്ന് കഴിച്ചോളാമെന്നും വേണ്ടി വന്നാൽ ചികിത്സയ്ക്ക് വിധേയമായിക്കോളാമെന്നും ഒക്കെ സമ്മതിച്ചുകൊണ്ട് ഒപ്പിട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ അകത്ത് വേറെ കുറേ എഗ്രിമെൻറ്റും ഉണ്ട്, കാര്യങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നന്ദ പറയുവാണ്. അന്നേരം പിങ്കി ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് ഞാൻ ഈ ത്യാഗം ചെയ്തത്, അല്ലെങ്കിൽ ഞാനിതെല്ലാം അനുസരിച്ചത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയല്ല നീ എഗ്രിമെൻറ്റും പൊക്കി പിടിച്ചുകൊണ്ട് വന്നത്. അത് സൈൻ ചെയ്യിച്ച് എന്നെ ഈ കുടുംബത്തിലൊരു അംഗമല്ലാത്ത രീതിയിലാക്കാനല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കിത് ബുദ്ധിമുട്ടാണ് വല്യമ്മേ എന്ന് പിങ്കി പറയും. അന്നേരം നന്ദ പറയുന്നുണ്ട്, ഞാൻ വല്യമ്മയോട് അന്നേ പറഞ്ഞിരുന്നു സെറോഗസിക്ക് വേണ്ടി പിങ്കിയെ ആശ്രയിക്കേണ്ട കാര്യമില്ല എന്ന്. അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഈ ടെൻഷനെല്ലാം അനുഭവിക്കേണ്ടി വന്നത് എന്ന് നന്ദ പറയുക. അന്നേരം വല്യമ്മ ചോദിക്കുന്നുണ്ട്, ഞാൻ അറിയാതെ ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതെന്താണ് എന്നൊന്ന് തുറന്ന് പറ, എങ്കിലല്ലേ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ എന്ന് ചോദിക്കും. അന്നേരം നന്ദ പറയുവാണ്, ഇന്ന് പിങ്കി ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ പപ്പായെ വെച്ച് ഗൗതത്തിനെ ഭീഷണിപ്പെടുത്തിയതും അതുപോലെ ഡ്യൂട്ടിക്കിടയ്ക്ക് ഇപ്പം തന്നെ മസാല ദോശ വേണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതുമായ കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അതുപോലെ മസാല ദോശ വായി വെച്ച് കൊടുത്തില്ലെങ്കിൽ പപ്പായ കഴിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും ഒക്കെ എടുത്തെടുത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വെല്ലുമിക്കങ്ങ് ദേഷ്യം വരും. അന്നേരം ഇത് പറഞ്ഞിട്ട് നന്ദ പറയുന്നുണ്ട്, ഇതാണ് ഇപ്പം ഗർഭത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പിങ്കി ചെയ്യുന്നത്. ഇനി മുന്നോട്ട് പോകുമ്പം ഇതുപോലെ പല കാര്യങ്ങളും എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ കൈ പിടിച്ചുകൊണ്ട് ഓരോന്ന് ഡിമാൻഡ് ചെയ്യുമ്പം എനിക്കത് ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ എന്തൊക്കെ മാനസിക സമ്മർദ്ദം ഞാനും ഗൗതം സാറും അനുഭവിക്കേണ്ടി വരും. ഞങ്ങൾ അതുപോലൊരു സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കരുത്. അതിനു വേണ്ടിയാണ് ഈ എഗ്രിമെൻറ്റ് എന്ന് പറയും. അന്നേരം പെട്ടെന്ന് അവിടുന്ന് മോഹിനി പറയുന്നുണ്ട്, ആ പപ്പായ എടുത്തുകൊണ്ട് പോയത് ഇവളുടെ ഗിരിജ ചിറ്റയാണ്. അന്നേരം ഞാൻ ചോദിച്ചത് എന്തിനാന്ന്. അന്നേരം കള്ളത്തരം പറയുക ചെയ്തത് എന്ന് പറയും. അന്നേരം അയ്യോ ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, പിങ്കുമോൾ ചുമ്മാ തമാശയ്ക്ക് കാണിച്ചതാന്ന് പറയും. അന്നേരം നന്ദ പറയുന്നുണ്ട്, അവൾ ആ തമാശ കാണിച്ചത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ വെച്ചാണ്. അത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. വല്യമ്മ ഇതൊരു കോടതിയായി തന്നെ കണ്ട് എനിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും ചിറ്റയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം ചിറ്റ പറയുന്നുണ്ട്, ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ, ഇവിടെ ഒരു അനന്തരാവകാശി ഉണ്ടാകാൻ വേണ്ടി എൻ്റെ കൊച്ച് ഒരു ത്യാഗം ചെയ്യുന്നതും പോലെ ഇപ്പം അവൾ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് തന്നെന്നോ, ഇത് നല്ല കാര്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞെങ്കിൽ തർക്കിക്കാൻ നിൽക്കുക. അന്നേരം നന്ദ പറയുന്നുണ്ട്, ഇത് ഈ വീട്ടിലെ കാര്യമാണ്, ഇതിൽ പറയാൻ അവകാശമുള്ളവർ പറയും. പുറത്തുനിന്നുള്ളവർ ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് നിന്നുണ്ടെങ്കിൽ അതിന് മധ്യസ്ഥം പറയാൻ വെല്ലുമ്മയ്ക്ക് നേരം കാണുള്ളൂ. അതുകൊണ്ട് വെല്ലുമ്മ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയും. അന്നേരം വെല്ലുമ്മ ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിട്ട് നന്ദയോട് പറയുവാണ്, നന്ദ ഏതായാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പിങ്കി സമ്മതിച്ചു. അതുകൊണ്ട് തന്നെ അവളെ ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിടിപ്പിച്ച് അതൊന്നും ചെയ്യിക്കുക എന്ന് വെച്ചാൽ നടക്കണ കാര്യമല്ല. അതുകൊണ്ട് ആ എഗ്രിമെൻറ്റ് മൊത്തം ശരിയാകില്ല എന്ന് പറയും. അതിൽ ഒപ്പിട്ടാലും ശരിയാകില്ല എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം പിങ്കിക്ക്. എന്നിട്ട് താങ്ക് യു വെല്ലുമ്മയെന്ന് പറയും. ഗിരിജ ചിറ്റയാണെങ്കിലും ഏതായാലും ചേച്ചി അങ്ങനെ ചിന്തിച്ചല്ലോ, താങ്ക് യു എന്ന് പറയും. അന്നേരം പറയുന്നുണ്ട്, ആ എഗ്രിമെൻറ്റിലെ ചില കാര്യങ്ങളങ്ങ് മാറ്റിയിട്ട് വേറൊരു എഗ്രിമെൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യാൻ ഗൗതത്തിൻ്റെ കൂട്ടുകാരനോട് പറ. ഒരുപാട് താമസിക്കല്ല, ഇപ്പം തന്നെ വേണം, പെട്ടെന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ. നമുക്കതിൻ്റെ അകത്ത് സൈൻ ചെയ്യണം. അതിൻ്റെ അകത്ത് പിങ്കിയും സൈൻ ചെയ്യും. ചില കാര്യങ്ങൾ മാറും എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് പിങ്കി സൈൻ ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. ആ ഒന്നാം സാക്ഷിയായിട്ട് ഞാനും രണ്ടാം സാക്ഷിയായിട്ട് നിൻ്റെ ഗിരിജച്ചിറ്റി അങ്ങിരിക്കട്ടെ എന്ന് പറയുവാണ്. അതൊക്കെയും ഭയങ്കരമായിട്ട് സങ്കടമാകുന്നുണ്ട് പിങ്കിക്ക്. എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും വേറെ നിവൃത്തിയില്ലാണ്ട് ആ എഗ്രിമെൻറ്റ് കൊണ്ടുവരുന്നു. അതിൻ്റെ അകത്ത് പിങ്കി സൈൻ ചെയ്യുന്നു. നന്ദയും വല്യമ്മയും ഗിരിജച്ചിറ്റിയും എല്ലാവരും സൈൻ ചെയ്യും. എന്നിട്ട് ആ എഗ്രിമെൻറ്റ് വല്യമ്മ നന്ദയുടെ കയ്യിലോട്ട് കൊടുക്കും. എന്നിട്ട് ഇത് നിൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഇരുന്നോട്ടെ, ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ, നിൻ്റെ കുഞ്ഞിനെ വെച്ച് ഇവിടെ ആരും വിലവേശാൻ പോകുന്നില്ല. ആ കുഞ്ഞ് ഈ ഇന്ദീവരത്തിൻ്റെ അനന്തരാവകാശിയാണ്. അതിൻ്റെ പേരിൽ ആരും സങ്കടപ്പെടേണ്ടി വരില്ല എന്ന് പറയുവാണ്. എന്തെങ്കിലും നന്ദയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്, ഗൗതത്തിനും ആശ്വാസം. ഗൗതം ഇതിനിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റ് വെക്കുക എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് സമ്മതമുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്തൊരു ശരിയുണ്ട് വല്യമ്മേ, അതുകൂടെ ചിന്തിച്ചിട്ട് വേണം അഭിപ്രായം പറയാൻ എന്ന് പറയുന്നുണ്ട്. അന്നേരം പിങ്കിക്ക് അതങ്ങ് ഇഷ്ടപ്പെടില്ല. കാരണം ഗൗതം നന്ദയുടെ സൈഡ് നിന്നല്ലോ. അന്നേരം പിങ്കി പറയുന്നുണ്ട്, ഈ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയെടുത്ത് എന്നെ ഇവിടെ ഒരു അന്യയാക്കാൻ വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ നന്ദയെന്ന് ചോദിക്കുമ്പോൾ നന്ദ പറയുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അത് നിന്നെ അന്യയാക്കാനോ അല്ലെങ്കിൽ നിന്നെ കുറ്റപ്പെടുത്താനോ വേണ്ടിയല്ല, എൻ്റെ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയാണെന്ന് നന്ദ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും മുറിയിലേക്ക് വരുന്ന പിങ്കിക്ക് ആകെ സങ്കടമാണ്, തോറ്റുപോയതുപോലെ തോന്നുകയാണല്ലോ. അന്നേരം ചിറ്റ പറയുന്നുണ്ട്, ആകപ്പാട് വലിയൊരു അടിയായിപ്പോയി, ഇതുപോലൊരു തോൽവി, ഇതിപ്പോൾ നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം പിങ്കി പറയും, അതൊന്നും സാരമില്ല, ഇടയ്ക്കുള്ള തോൽവി നല്ലതാണ്, ഇനി നമുക്ക് അങ്ങോട്ട് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമല്ലോ, അതുകൊണ്ട്
അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് വല്യമ്മ വല്യമ്മായി കയറി ഇടപെടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. വല്യമ്മയുടെ മുമ്പിൽ ഞാനൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ത്യവരത്തിൽ പിന്നെ പിടിച്ചു നിൽക്കൽ സാധ്യമല്ല. അതുകൊണ്ട് അത് നഷ്ടപ്പെടാതെ തന്നെ എനിക്ക് മുന്നോട്ട് പോകണമെന്ന് പറയും. അന്നേരം ചിറ്റ പറയുന്നുണ്ട്, എങ്കിൽ നമുക്ക് ആ ഇമേജ് വെച്ച് തന്നെ ഇവിടെ കളിക്കണം, ഇവിടെ നമുക്കൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയും. അന്നേരം പിങ്കി ചോദിക്കും അതെങ്ങനെയാണെന്ന്. അന്നേരം പറയുന്നുണ്ട്, ആദ്യം എനിക്ക് ഈ വീട്ടിലൊരു സ്ഥാനം വേണം, ഞാൻ പറയുന്ന വാക്കിന് ഒരു വില വേണം ഈ വീട്ടിൽ, അതിനുശേഷം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയാമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ചിറ്റയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ചിറ്റ പറയാം എന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്നത് വീട്ടിലെ മഹേശ്വരനും ജഗന്നാഥനും അരുണൂടെ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അവർ സജയനെ പറ്റി പറയുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം ജോത്സ്യനെ പോലെ വന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിങ്ങ് പോയല്ലോ. അപ്പോൾ അതൊരു ഭ്രാന്തനാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവൻ അങ്ങനെയൊക്കെ പറയുമോ എന്നൊക്കെ മഹേശ്വരൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ജഗന്നാഥൻ പറയുക, അവൻ പറഞ്ഞ പോലെ അങ്ങ് സമ്മതിക്കുമായിരുന്നെങ്കിൽ അരുൺ രക്ഷപ്പെട്ടേനെ, അവൾ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും നല്ല കുടുംബത്തിൽ നിന്ന് ഒരു കാശുള്ള പെങ്കൊച്ചിനെ നോക്കി കല്യാണം കഴിക്കായിരുന്നു എന്ന് പറയുമ്പം അരുൺ പറയുന്നുണ്ട്, കാശ് നോക്കിയല്ല ഞാൻ അവളെ വിവാഹം കഴിച്ചതെന്ന്. അന്നേരം മഹേശ്വരനും പറയുന്നുണ്ട്, അത് നേരെ, അവളെപ്പോലെ നിഷ്കളങ്കിയായ ഒരു പെൺകുട്ടിയെ നിനക്ക് കിട്ടിയില്ലേടാ മരുമോളായിട്ട്, പിന്നെ എന്തിനാ നീ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അവളെ മകളായിട്ട് തന്നെ കാണുകയെന്ന് പറയുമ്പോൾ പിന്നെ മകളായിട്ട് കാണാൻ അവളുടെ അച്ഛൻ ഇവിടെ കൊട്ടക്കണക്കിന് കൊണ്ട് തട്ടുമല്ലേ എന്നൊക്കെ ഇങ്ങനെ ജഗന്നാഥൻ പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും അങ്ങോട്ടേക്ക് ചിറ്റ വരുവാണ്, ഗിരിജ ചിറ്റ വരുവാണ്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതെ, എനിക്കൊരു സങ്കടം പറയാനുണ്ടായിരുന്നു, അതിന് വേണ്ടിയാണ് വന്നതെന്ന് പറയുമ്പോൾ അയ്യോ ഞങ്ങളിവിടെ കുറച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുക, ഈ സമയത്ത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ല, നിങ്ങളൊന്ന് കേട്ടാൽ മതി എൻ്റെ സങ്കടം. എൻ്റെ കൊച്ച് ഈ കുടുംബത്തിന് ഒരു അനന്തരാവശ്യം കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യുന്നത്, എന്നിട്ട് അവൾക്കൊരു സ്ഥാനമില്ല. ഇപ്പം അവൾ മനസ്സറിഞ്ഞ് ചെയ്ത ഈ ത്യാഗത്തിനും ഒരു എഗ്രിമെൻറ്റിലാക്കി വിലയില്ലാതാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുക. എന്തെങ്കിലും ജഗന്നാഥൻ അതാര് ചെയ്താലും വളരെ മോശം, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അന്നേരം ചിറ്റ പറയുന്നുണ്ട്, ഈ വീട്ടിൽ എനിക്കും ഒരു സ്ഥാനം ഇല്ല, ഞാൻ അവളെ നോക്കാൻ വന്ന് നിൽക്കുന്നതല്ലേ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയരുതെന്ന് വരെ എന്നോട് പറഞ്ഞു എന്നൊക്കെ പറയുമ്പം അതാരാ അങ്ങനെ പറഞ്ഞത്, എങ്കിൽ ഇപ്പം ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഞങ്ങളെല്ലാവരെയും പോലെ തന്നെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും തുല്യ അവകാശമുണ്ടെന്ന് പറയുമ്പോൾ ഇത് സത്യമാണോ എന്ന് ഗിരിജ ചോദിക്കുക. ഉറപ്പായിട്ടും എന്ന് പറയുമ്പോൾ എന്നാൽ എനിക്ക് അത്രയും കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ അവരങ്ങ് പോകും. അന്നേരം അരുൺ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ ഈ വെള്ളം അടിച്ചിട്ട് ആവശ്യമില്ലാത്ത വാഗ്ദാനമൊക്കെ കൊടുക്കാൻ പോകണം, മിണ്ടാതിരുന്നാൽ പോരായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം മഹേന്ദ്രൻ പറയുന്നുണ്ട്, പോട്ടടാ നീ, മഹേശ്വരൻ പറയുന്നുണ്ട്, പോട്ടടാ നീ അത് വലിയ കാര്യമാക്കണ്ട എന്ന്. പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയും മോഹിനിയാണ്. അവർ രാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു. അന്നേരം പവിത്രയുടെ കാര്യം പറയുന്നുണ്ട്, അവളെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രി ഒരുപാട് താമസിച്ച് കിടന്ന് ഉറങ്ങിയതെന്ന് തോന്നുന്നു, ആകെ വിഷമമായി അവൾക്ക്, അവളോട് ഞാൻ സോറി പറഞ്ഞു, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയും. അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട്, നിനക്ക് ഇത്തിരി എടുത്ത് ചേട്ടം കൂടുതലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ചിട്ട് പ്രവർത്തിക്കുമായിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ വരില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെയും അങ്ങോട്ട് ചിറ്റി ഇറങ്ങി വരും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അടുക്കളയൊക്കെ പൂട്ടി രാവിലെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞെന്ന് ചോദിക്കും. അന്നേരം ഇത് പൂട്ടി കിടക്കാൻ എന്തായിരിക്കുന്നത്, എപ്പോഴും തുറന്ന് കിടക്കുന്ന അടുക്കളയല്ലേ, വേണ്ടവർക്ക് കയറി എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാമെന്ന് പറയും. അന്നേരം അതിന് ഇവിടെ പണിയെടുക്കാൻ പെണ്ണുങ്ങളില്ലല്ലോ എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളില്ലെന്ന്, എത്രയോ പെണ്ണുങ്ങളുണ്ട് ഈ വീട്ടിൽ, പിന്നെ അതും പോരാതെ ഗിരിജ ചിറ്റിയില്ലേ എന്ന് മോഹിനി ചോദിക്കും. അന്നേരം ഗിരിജ പറയുന്നുണ്ട്, അതിന് ഞാനിവിടെ അടുക്കളപ്പണിക്ക് വന്നതല്ലല്ലോ എന്നാ. അന്നേരം മോഹിനി പറയുന്നുണ്ട്, അടുക്കളപ്പണിക്ക് വന്നതല്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ ഏതായാലും ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആവശ്യം പോലെ എടുത്ത് കഴിച്ചു എന്ന് പറയും. അന്നേരം എന്നതൊക്കെ ഉണ്ട് എന്ന് ചോദിക്കും. അന്നേരം പുട്ടുണ്ട്, പിന്നെ ദോശയുണ്ട്, ആവശ്യം പോലെ എന്താണ് എടുത്ത് കഴിച്ചു എന്ന് പറയുമ്പോൾ എനിക്കിതൊക്കെ മതി, പക്ഷേ പിങ്കി മോൾക്ക് ഇതൊന്നും പോരല്ലോ എന്ന് പറയും. അന്നേരം മോഹിനി ചോദിക്കും, അതെന്താ പിങ്കിക്ക് ഇതൊന്നും പോരാതെ, അവൾക്ക് തന്നെ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗർഭകാലം ഒരു കണക്കിന് അസുഖമല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഗിരിജ ചിറ്റ അടുത്ത എന്ത് അംഗത്തിനാണ് പോലും വന്നേക്കുന്നത് എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന മോഹിനിയും ലക്ഷ്മിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.